Okay, listen, take your textbook, page number 142. We need shelter. Page number 142. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലേ? നമ്മുടെ പുതിയ പോർഷൻ ആണ്. We need shelter. Okay, are you ready? Okay, listen. We need shelter. Shelter is one of the basic needs of human being. നമ്മൾ മനുഷ്യന്മാരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഷെൽട്ടർ. ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചു ക്ലോത്ത്, ഫുഡ് ആൻഡ് ദെൻ നൗ ഷെൽട്ടർ അല്ലേ? ഷെൽട്ടറും നമ്മുടെ ബേസിക് നീഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ഷെൽട്ടേഴ്സ് വേണം. Then a house is a place we live in with our family. It shelters us from heat, cold, rain and wind. It also protects us from wild animals and thieves. Our house is protect us from wild animals, thieves and rain, wind, heat, cold, etc. Then the house is a place we live with our family. Our house is the place we live with our family. ഏതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും ഒക്കെ കൂടെ താമസിക്കുന്ന നമ്മുടെ പ്ലേസ് ആണ് എന്ത്? അവർ ഹോം, നമ്മുടെ ഹൗസ്. Then it shelters us from heat, cold, rain and wind. നമ്മൾ ഇത് കാറ്റിൽ നിന്നും മഴയിൽ നിന്നും തണുപ്പ്, വെയിൽ, ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമുക്കൊരു ഷെൽട്ടർ തരുന്നത് ആരാണ്? അവർ ഹൗസ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് us from wild animals and thieves. വൈൽഡ് ആനിമൽസിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൗസ് ആണ്. ആൻഡ് ദെൻ വാട്ട് ആർ ഹൗസസ് മെയ്ഡ് ഓഫ്? വീടുകൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് അല്ലേ? അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? കച്ച ഹൗസ് ആൻഡ് പക്ക ഹൗസ് നമ്മൾ കുറച്ച് പറഞ്ഞു. Then listen. Long ago, people lived in caves. Later, they built houses. They used materials like wood, stones, straw and mud. In villages, many houses are still made from these materials. Such houses are called kacha houses. In towns and cities, most houses are made from bricks and cement. Such houses are called pakka houses. A pakka house is stronger than a kacha house. Thus, different materials are needed to make different types of houses. That means, long ago, before long years ago, people lived in caves. All peoples are lived in caves. ആളുകളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് എവിടെ താമസിച്ചിരുന്നു? ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. They don't know how to build a house. എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. They lives in caves. അവരതുകൊണ്ട് കാടുകളിലൊക്കെ ഉള്ള ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. Then later they learned how to make a house. പിന്നെ അവര് പഠിച്ചു അല്ലേ? എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. And they used materials like wood, stones, straw and mud. കല്ലും ചെളിയും മരവും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ പറഞ്ഞു അല്ലേ? In villages, ഗ്രാമങ്ങളിലൊക്കെ ഇന്നും many houses are still made from these materials like wood, stone, straw and mud. അല്ലേ? പണ്ടൊക്കെ ആദ്യമായിട്ട് ആളുകൾ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ കല്ലും ചെളിയും മരവും വൈക്കോലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ വീടുകൾ ഉണ്ടാക്കിയത്. ഇന്ന് ഗ്രാമങ്ങളിലൊക്കെ അല്ലെ? വില്ലേജ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമം അല്ലെ? റൂറൽ ഏരിയ. ഗ്രാമങ്ങളിലൊക്കെ ഇന്നും എന്തുണ്ട്? ഇങ്ങനെ വൈക്കോലും മരവും ഒക്കെ കൊണ്ടുള്ള ചെറിയ വീടുകൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധാരണ ചെറിയ വീടുകളെയാണ് we called kacha houses. kacha houses, കച്ച വീടുകൾ എന്ന് നമ്മൾ ഇങ്ങനത്തെ വീടുകളെയാണ് പറയുന്നത്. Then in towns and cities there are people made houses from bricks and cement. ഇഷ്ടികകളും സിമെന്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എവിടെ വീട് ഉണ്ടാക്കുന്നത്?
ടൗണുകളിൽ വീടുണ്ടാക്കുന്നത്. Such houses are called പക്ക houses. ഇന്നിപ്പോ വില്ലേജസിലും ടൗണിലും സിറ്റീസിലും ഒക്കെ എന്താണ് അത്യാവശ്യം ബ്രിക്സും സിമെന്റും ഒക്കെ കൊണ്ടുള്ള നല്ല വീടുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ബ്രിക്സും സിമെന്റും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീടുകളെ പക്ക ഹൗസുകൾ എന്ന് പറയും. പക്ക ഹൗസസ് ആൻഡ് അതർ സ്റ്റോൺ, മഡ്, വുഡ് ആൻഡ് സ്ട്രോ ഇതൊക്കെ കൊണ്ടുള്ള വീടുകളെ കച്ച ഹൗസ് എന്നും പറയും. നമ്മൾ ഇന്നലെ പറഞ്ഞു വാട്ട് ഈസ് കച്ച ഹൗസസ് ആൻഡ് വാട്ട് ഈസ് പക്ക ഹൗസ്. കച്ച ഹൗസ് ഈസ് ഹൗസസ് മെയ്ഡ് ബൈ വുഡ്, സ്റ്റോൺസ്, സ്ട്രോ ആൻഡ് മഡ്. ഓക്കെ, ചെളിയും കല്ലും വൈക്കോലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീടുകളെയാണ് കച്ച ഹൗസുകൾ എന്ന് പറയുന്നത്. കച്ച ഹൗസസ്, കച്ച വീടുകൾ. ഓക്കെ, then in towns and cities houses are made by cement and bricks. That type of house is called പക്ക house അല്ലെ. സിമെന്റും എന്താണ് ഇഷ്ടികകളും കൊണ്ടുള്ള വീടുകളെയാണ് പക്ക ഹൗസുകൾ എന്ന് പറയാ. then വുഡും സ്റ്റോൺ, മഡ്, സ്ട്രോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വീടുകളെ കച്ച ഹൗസസ് എന്നും പറയും. Here is the pictures of a കച്ച ഹൗസ് ആൻഡ് പക്ക ഹൗസ്. ഇവിടെ ഒരു കച്ച ഹൗസിന്റെയും പക്ക ഹൗസിന്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ മരങ്ങളും വൈക്കോലും ഒക്കെ കൊണ്ടുള്ള സാധാരണ ഒരു ചെറിയ വീടിനെയാണ് എന്ത് പറയാ കച്ച ഹൗസ്. ഇഷ്ടികയും സിമെന്റും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല വീടുകളെ എന്ത് പറയും പക്ക ഹൗസസ് എന്നും പറയും. ആൻഡ് then is it clear kacha house and pakka house? What is a kacha house? What is a kacha house? Malavika Suresh, what's a kacha house? Which type of house is called a kacha house? എങ്ങനെയുള്ള വീടുകളെയാണ് നമ്മൾ കച്ച ഹൗസസ് എന്ന് പറയുന്നത്? What kinds of houses is called a kacha house? Wood, stones, straw and mud. In village, many houses Malavika, enough. Malavika, listen. Malavika, listen. The houses, kacha houses is the houses made by wood, stone, straw and mud. That അത്രയും വേണ്ടു. wood, stone, straw and mud. Okay. കച്ച ഹൗസ് എന്ന് വെച്ചാല് എങ്ങനെയുള്ള വീടുകളാണ് എന്നാണ് ചോദിക്കുന്നത്. The houses are made by stone, wood, straw and mud. Enough. അത്രേ ആവശ്യമുള്ളൂ ട്ടോ. എന്താണ് കച്ച ഹൗസ് എന്ന് ചോദിച്ചാല് നമ്മള് മരവും കല്ലുകളും വൈക്കോലും ചെളിയും അല്ലെ. The houses are made by wood, straw, stones and mud. അത്രേ ആവശ്യമുള്ളൂ അല്ലെ. എന്താണ് കച്ച ഹൗസുകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കല്ലുകളും നമ്മുടെ മരവും വൈക്കോലും ചെളിയും ഒക്കെ കൊണ്ടുള്ള വീടുകളെയാണ് കച്ച ഹൗസുകൾ എന്ന് പറയുന്നത്. The houses made by wood, stone, straw and mud. Clear? Okay. എന്താണ് മോളെ കച്ച ഹൗസസ്? ഇഫ്ര, what type of house is called a കച്ച house? എങ്ങനെയുള്ള വീടുകളെയാണ് നമ്മൾ കച്ച ഹൗസസ്, കച്ച വീടുകൾ എന്ന് പറയുന്നത്? അൺമ്യൂട്ട് ചെയ്തേ. Straw and mud. Okay. The houses made by എന്താണ് wood, stone, straw and mud. Okay മോളെ. wood, stones, straw and mud. പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അതിന്റെ ഒരു സെന്റൻസിൽ തന്നെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഇപ്പൊ എന്താണ് കച്ച ഹൗസസ്, വാട്ട് ഇസ് എ കച്ച ഹൗസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഹൗസസ് ഈസ് മെയ്ഡ് ബൈ എന്നിട്ട് ബാക്കി പറയാം വുഡ്, സ്റ്റോൺസ്, സ്ട്രോ ആൻഡ് മഡ്. The houses made by wood, stones, straw and mud is called kacha house. Okay. Question answers തരുമ്പോ അത് ആ സെന്റൻസ് പോലെ തന്നെ പഠിക്കണേ. Then what is pakka house? What is pakka house? Minhaj, which type of house is called a pakka houses? Bricks and cement made by a pakka house. The houses are made by the bricks and cement. Houses are made by bricks and cement is called a pakka house. Okay.
എന്താണ്? Kacha house is a house made by wood, stone, straw and mud, and a pakka house is houses made by bricks and cement. സിമന്റും ഇഷ്ടികയും കൊണ്ടുള്ള വീടിനെ പക്ക ഹൗസ് എന്ന് പറയുന്നു. കല്ലും മണ്ണും ചെളിയും സ്ട്രോയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീടുകളെ നമ്മൾ എന്ത് പറയും? കച്ച ഹൗസ് എന്നും പറയുന്നു. ക്ലിയർ? കച്ച ഹൗസ് ആൻഡ് പക്ക ഹൗസ് ഈസ് ക്ലിയർ? ഓക്കെ ആയോ? Okay, then types of houses. പലതരം വീടുകൾ ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഹൗസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്, വിവിധ തരത്തിലുള്ള വീടുകളെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടൈപ്സ് ഓഫ് ഹൗസസ്. People live in different types of houses. Most people live in one place for a long time. They live in permanent houses and some people keep moving from one place to another. They live in temporary houses. Caravans and tents are some temporary houses. എന്താണ്? Let us read about the different types of houses in detail. ഹൗസുകളെ കുറിച്ചാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഹൗസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? വീടുകളുണ്ട് അല്ലേ? പക്ഷെ എല്ലാ വീടുകളും ഒരുപോലെയല്ല, പലതരത്തിലുള്ള വീടുകളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആൻഡ് പീപ്പിൾ ലിവ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്. വി സേ ദാറ്റ് ആളുകൾ എന്താണ്? ഡിഫറെന്റ് ടൈപ്പിലുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൗസ് എന്താണ്? സെയിം ആണോ? നോ. എല്ലാവരുടെ വീടുകളും എന്താണ്? പലതരം വീടുകളാണ് അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്. ആളുകൾ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൗസസിലാണ് താമസിക്കുന്നത്. പീപ്പിൾ ലിവ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്. ആളുകൾ പലതരത്തിലുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. Then most people live in one place for a long time. മിക്കവാറും ആളുകൾ എന്ത് ചെയ്യുന്നു? കുറെ നാളുകളായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് താമസിക്കുക അല്ലെ? നമ്മളൊക്കെ എന്താണ്? ആഴ്ചകളിലും മാസങ്ങളിലും വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താണ്? ഒരു പെർമനന്റ് പ്ലേസിൽ വീട് വെച്ചു അവിടെ താമസിക്കുന്നു അല്ലെ? അപ്പൊ ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ? അതിപ്പോ നമ്മുടെ സ്വന്തം വീടായാലും ഇല്ലെങ്കിൽ നമ്മുടെ റെന്റിനുള്ള വീടായാലും നമ്മൾ എന്ത് ചെയ്യും? റെന്റിനൊക്കെ താമസിക്കുകയാണെങ്കിലും നമ്മൾ എന്താണ്? എല്ലാ മാസവും വീട് മാറി മാറി പോവാറുണ്ടോ? ഇല്ലല്ലോ. റെന്റിന് താമസിക്കുകയാണെങ്കിലും നമ്മൾ ലോങ് ടൈം എന്താണ്? അവിടെ തന്നെയാണ് താമസിക്കാറ് അല്ലെ? അല്ലാതെ നമ്മുടെ ഹൗസിംഗിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാറില്ല. അപ്പൊ മിക്കവാറും ആളുകൾ എങ്ങനെയാണ്? പെർമനന്റ് പ്ലേസിലാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ലിവ് ഇൻ വൺ പ്ലേസ് ഫോർ എ ലോങ് ടൈം. ദേ ലിവ് ഇൻ പെർമനന്റ് ഹൗസസ്. അവര് പെർമനന്റ് ആയിട്ടുള്ള ഒരു വീടുകളിലാണ് താമസിക്കുക അല്ലെ? ഇപ്പൊ നമ്മുടെ വീടുകളാണെങ്കിൽ എന്താണ്? നിങ്ങളിപ്പോ നിങ്ങളുടെ വീടുകളിൽ എന്താണ്? വളരെ കാലമായിട്ട് അവിടെ തന്നെ താമസിക്കുകയാണ് അല്ലെ? നിങ്ങൾ ജനിച്ച് കുട്ടിയായിരുന്ന സമയത്തേ ഉള്ള വീടുകളിലാണ് ഇപ്പോഴും താമസിക്കുന്നത് അല്ലെ? എല്ലാ മാസവും വീട് ചേഞ്ച് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഒരു വീടുകളിൽ തന്നെയല്ലേ താമസിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അങ്ങനെ താമസിക്കുന്ന പ്ലേസിനെയാണ് വി കോൾഡ് പെർമനന്റ് ഹൗസ്. പെർമനന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമായിട്ട് താമസിക്കുന്ന വീട് അല്ലെ? നമ്മൾ സ്ഥിരമായി ഒരു വീടിൽ തന്നെയാണ് താമസിക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലേക്ക് പോവാറുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ എങ്ങോട്ട് തന്നെ വരും? നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും അല്ലെ? അത് നമ്മുടെ പെർമനന്റ് ഹൗസ് ആണ്. നമ്മൾ അങ്ങനെ വീട് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കാറില്ല അല്ലെ? അപ്പൊ പെർമനന്റ് ഹൗസസിലാണ് മോസ്റ്റ് ഓഫ് ദ ആളുകൾ താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. ലിസൺ, മോസ്റ്റ് പീപ്പിൾ ലിവ് ഇൻ വൺ പ്ലേസ് ഫോർ എ ലോങ് ടൈം. ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കുറെ നാളുകളായിട്ട് താമസിക്കുന്നത് അല്ലെ? അപ്പൊ such type of houses is called the permanent house. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് ഹൗസ് അല്ലെ? സ്ഥിരമായിട്ടുള്ള നമ്മുടെ വീട്. നമ്മൾ അങ്ങനെ വീട് ചേഞ്ച് ചെയ്യാറില്ല. സ്ഥിരമായി നമ്മൾ മിക്കവാറും ആൾക്കാരും എന്താണ്? ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ വീട് വെച്ചിട്ട് പോവാണെങ്കിലും എന്താണ്? നമ്മൾ അവിടെ ലോങ് ടൈമിലേക്ക് നമ്മൾ അവിടെ തന്നെ താമസിക്കാനാണ് പോകുന്നത് അല്ലെ? നമ്മൾ പുതിയ വീട് വാങ്ങിക്കുന്നതും പുതിയ വീട് വെക്കുന്നതും ഒക്കെ എന്തിനാണ്? നമ്മൾ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനാണ് അല്ലെ? അപ്പൊ നമ്മളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആയിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും
നമ്മൾ അവിടെ എന്താണ് വളരെ കാലം താമസിക്കും. അപ്പൊ മോസ്റ്റ് ഓഫ് ദം പീപ്പിൾ ലിവ്സ് ഇൻ എ പെർമനന്റ് ഹൗസ് അല്ലെ. കൂടുതൽ ആളുകളും അങ്ങനത്തെ പെർമനന്റ് ഹൗസസിലാണ് താമസിക്കുക. Then some people keep moving from one place to another. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. താമസ സ്ഥലം അവര് മാറിക്കൊണ്ടേയിരിക്കും. They live in temporary houses. അവര് ടെമ്പററി ഹൗസിലാണ് താമസിക്കുന്നത്. ടെമ്പററി ഹൗസ്, അവര് താൽക്കാലികമായിട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. പെർമനന്റ് എന്ന് വെച്ചാല് സ്ഥിരമായിട്ടുള്ള വീടുകൾ അല്ലെ, സ്ഥിരമായി നമുക്കുള്ള വീടുകൾ. Then ചില ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ താമസ സ്ഥലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അവരെവിടെയെങ്കിലും നല്ല പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ്, അത് ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളിപ്പോ എപ്പോഴും വീട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ വീട് വെച്ചിട്ട് നമ്മൾ എന്താണ്, അവിടെ നല്ലൊരു വീട് പണിത് വെച്ചിട്ട് നമുക്ക് എന്ത് മാറി താമസിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ വീട് എടുത്തോണ്ട് പോവാൻ പറ്റുമോ? നമുക്കില്ലല്ലോ. നമ്മള് എന്താണ് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വീട് ഉണ്ടാക്കാറില്ല അല്ലെ. നമ്മളിപ്പോ ഇന്നൊരു സ്ഥലത്ത് വന്ന് അവിടെ വീട് ഉണ്ടാക്കി താമസിക്കുകയാണ്. ദെൻ ഒരാഴ്ച കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് വീട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ ചെയ്യാറില്ല അല്ലെ. അപ്പൊ വീടൊക്കെ വെച്ച് താമസിക്കുന്നത് ആരാണ്? പെർമനന്റ് ആയിട്ട് താമസിക്കുന്നവരാണ്. അതിനാണ് പെർമനന്റ് ഹൗസ് എന്ന് പറയാം. അപ്പൊ ഈ ടെമ്പററി ഹൗസ് എന്ന് പറയുന്നത്, താൽക്കാലികമായിട്ടുള്ള വീടുകൾ എന്ന് പറയുന്നത് എന്താണ്? കാരവാൻസ് ആൻഡ് ടെന്റ്സ് ആർ സം ടെമ്പററി ഹൗസസ്. കാരവാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കാരവാൻ, that's a moving house. എന്താണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ആണ് അതല്ലേ. അതായത് ഒരു വെഹിക്കിളില് നമ്മുടെ ഒരു വീട്ടിലുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതിനാണ് കാരവാൻ എന്ന് പറയാം. അതിന്റെ അകത്ത് എന്താണ്, ഒരു വീട് പോലെ തന്നെയാണ്. ഇറ്റ്സ് എ ലക്ഷറി. അത് വളരെ എന്താണ് കോസ്റ്റ്ലി ആണ്. അപ്പൊ എന്താണ്, ഒരു വാനിന്റെ അകത്ത് എന്തുണ്ടാവും, ഒരു വീട് പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടെമ്പററി ആയിട്ട് താമസിക്കുന്നവർ എന്ത് ചെയ്യും, കാരവാനിൽ താമസിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്തു, ഹോൾട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ വാൻ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും അല്ലെ. അപ്പൊ അതിലെന്താണ്, ഒരു ഹൗസിന്റെ മുഴുവൻ ഫെസിലിറ്റിയും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കാരവാൻ എന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ പാടിച്ചാലാണ് കാരവാൻ കൊണ്ട് നിൽക്കുന്നത്. നാളെ നമുക്ക് പയ്യന്നൂരേക്ക് പോകണമെന്ന് തോന്നി, they can go അല്ലെ, അവർക്ക് പോവാൻ പറ്റും. കാരവാൻ ആണ് അല്ലെ, ആ വാനും കൊണ്ട് അവർക്ക് പോകാം. പക്ഷെ നമ്മള് പാടിച്ചാല വന്ന് വീട് വെച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, നാളെ പയ്യന്നൂർ പോയി വീടെടുക്കണം എന്ന് തോന്നിയാൽ പറ്റുമോ? ഇല്ല. അപ്പൊ ടെമ്പററി ഹൗസ് എന്ന് പറയുന്നത് ഇതേപോലുള്ള കാരവാനും പിന്നെ ടെന്റുമാണ്. ടെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ടെന്റ് കണ്ടിട്ടുണ്ടോ? ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്, സാധാരണയായിട്ട് ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഷീറ്റോ ക്ലോത്തോ കൊണ്ട് ഉണ്ടാക്കുന്ന വീടുകളാണ്. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ എന്താണ് മോളെ ഇഫ്ര? നമ്മളെ അടുത്തുണ്ട് ടെന്റ് ഉണ്ട് അല്ലേ. ഇഫ്രന്റെ അടുത്ത് എന്തുണ്ട്, ടെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിന് ഊരി വെച്ചു. അതാണ് ടെന്റിന്റെ സ്പെഷ്യാലിറ്റി. എന്താണ്, നമ്മുടെ ഇഫ്ര പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നമുക്കത് എന്ത് ചെയ്യാം, വെക്കാം. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്കത് മടക്കി മാറ്റി വെക്കാനും പറ്റും. ഊരി വെക്കാനും പറ്റും. ഗുഡ്. അതാണ് നമ്മുടെ ടെന്റിന്റെ സ്പെഷ്യാലിറ്റി അല്ലെ. അപ്പൊ ടെമ്പററി ആയി താമസിക്കുന്നവര് ഇങ്ങനത്തെ കാരവാനും ടെന്റും ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇഫ്ര കുട്ടി പറഞ്ഞ മാതിരി എന്ത് ചെയ്യാം, ആവശ്യം വരുമ്പോ നമുക്ക് എടുത്തു വെക്കാം. ടെന്റ് അല്ലെ, ഒരു വീട് പോലെ തന്നെയാണ്. അപ്പൊ ടെന്റ്, ദെൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഊരി മാറ്റി വെക്കാനും പറ്റും. അപ്പൊ നമ്മുടെ സിമെന്റും ഇഷ്ടികയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ വീടുകൾ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് തോന്നുമ്പോ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഹൗസുകളിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യും, കുറച്ചു കാലം ഇങ്ങനെ കാരവാനൊക്കെ എടുത്തിട്ടാണ് പോകുക. കാരവാനും ടെന്റും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. കാരവാനൊക്കെ എന്താണ്, അതിൻ്റെ അകത്ത് ഒരു വീടിന്റെ മുഴുവൻ ഫെസിലിറ്റിയും ഉണ്ടാകും. ടെന്റും അതുപോലെ തന്നെയാണ്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ആവശ്യം കഴിയുമ്പോൾ എടുത്തു വെക്കാം. എവിടെയെങ്കിലും നിങ്ങൾ ഫിലിമിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ടൂറൊക്കെ പോവുകയാണെങ്കിൽ പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും,
ഇതേപോലെ അവിടെയാണ് ഒരു ടെന്റ് അടിച്ചിട്ട് താമസിക്കുക അല്ലെ. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ദിവസം താമസിച്ച് ആവശ്യം കഴിയുമ്പോൾ നമ്മുടെ ടെന്റ് മടക്കിയെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങ് വരാം അല്ലെ. അപ്പൊ അതിനെയാണ് ടെമ്പററി ഹൗസസ് എന്ന് പറയുന്നത്. ടെമ്പററി എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള വീടുകൾ, പെർമനന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ളത്. അപ്പൊ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഹൗസസ്. ഇതൊക്കെ എന്താണ്? ടൈപ്സ് ഓഫ് ഹൗസ് ആണ്. പെർമനന്റ് ഹൗസും ടെമ്പററി ഹൗസും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവ്സ് ഇൻ ദ പെർമനന്റ് ഹൗസ്. മിക്കവാറും ആളുകൾ എന്താണ്? പെർമനന്റ് ഹൗസിലാണ് താമസിക്കുക. നമ്മളൊക്കെ എന്താണ്? പെർമനന്റ് ഹൗസസിൽ താമസിക്കുന്നവരാണ് അല്ലെ. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ടെമ്പററി ഹൗസിൽ താമസിക്കുന്നത്? ഇല്ലല്ലോ. നമ്മൾ ഇത്ര പേരുണ്ട് അല്ലേ. നമ്മൾ ഇത്ര പേരുണ്ടായിട്ടും എല്ലാവരും എന്താണ്? എന്താണ് കുര്യൻ? എന്താണ് കുര്യൻ? അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് മോനെ? You want to say something? No. No. Okay. And sit properly and listen here. Okay. Then എന്താണ്? നമ്മള് മിക്കവാറും ആളുകളും പെർമനന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അതാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും താമസിക്കുന്ന എന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവ്സ് ഇൻ എ പെർമനന്റ് ഹൗസ് ആൻഡ് some people keep moving from one place to another place അല്ലെ. എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? കാരവാൻ ആണ് യൂസ് ചെയ്യുക. കാരവാനോ ടെന്റോ ആണ് അവര് എവിടെയെങ്കിലും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then let us read about the different types of house in detail. പലതരത്തിലുള്ള വീടുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബംഗ്ലാവ്. Then ബംഗ്ലാവുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ബംഗ്ലാവ്. A bungalow is a one-story house. It is mostly found in towns and cities. എന്താണ് a bungalow? ബംഗ്ലാവ് എന്ന് കേട്ടിട്ടുണ്ടോ? ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ? ബംഗ്ലാവ്. ബംഗ്ലാവ് എന്ന് വെച്ചാൽ എന്താണ്? It is a one-story house. അതെന്താണ്? ഒരു നില കെട്ടിടമാണ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മളൊക്കെ എന്താണ് ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ വലിയ വീടുകളെയൊക്കെ നമ്മളിപ്പോ അങ്ങനെ പറയാറുണ്ട് അല്ലെ. ബംഗ്ലാവ് ഈസ് വൺ സ്റ്റോറി ഹൗസ്. ഒരു നില കെട്ടിടം എന്നാണ് പറയുന്നത്. ബംഗ്ലാവ് ഈസ് വൺ സ്റ്റോറി ഹൗസ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു നില കെട്ടിടമാണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. അത് കൂടുതലായിട്ടും ടൗണുകളിലും സിറ്റികളിലും ഒക്കെയാണ് ബംഗ്ലാവ് ഉണ്ടാകാറ് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല അല്ലെ. എല്ലാവർക്കും എന്തുണ്ട്? നല്ല വീടുകളുണ്ട്. എല്ലാവർക്കും എല്ലാ പണിയും തീർത്ത വൺ സ്റ്റോറി ഹൗസ് എല്ലാവർക്കും ഉണ്ട് അല്ലെ. നല്ല വീടുകൾ മിക്കവാറും എല്ലാവർക്കും എന്തുണ്ട്? നമ്മുടെ വില്ലേജസിലായാലും വൺ സ്റ്റോറി ഹൗസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? എ ബംഗ്ലാവ്. ഒരു ബംഗ്ലാവിനെ കുറിച്ചാണ് പറയുന്നത്. ബംഗ്ലാവ് എന്ന് വെച്ചാൽ എന്താണ്? എ ബംഗ്ലാവ് ഈസ് വൺ സ്റ്റോറി ഹൗസ്. ഒരു നില കെട്ടിടത്തെയാണ് ബംഗ്ലാവ് എന്ന് പറയുക എന്നാണ് പറയുന്നത്. Then it is mostly found in towns and cities. അത് കൂടുതലായിട്ടും ടൗണുകളിലും സിറ്റികളിലുമാണ് കാണാറ്. അത്രയേ ഉള്ളൂ. ബംഗ്ലാവ് എന്ന് വെച്ചാൽ ഒരു വൺ സ്റ്റോറി ഹൗസ് ആണ്. അത് എന്താണ്? വൺ സ്റ്റോറി ഹൗസ് എന്താണ്? ഒരു നില കെട്ടിടം. Then it is mostly found in towns and cities. അത് കൂടുതലായിട്ടും ടൗണിലും സിറ്റിയിലും ഒക്കെയാണ് കാണാറ്. എന്താണ്? ബംഗ്ലാവിന്റെ ഫോട്ടോ താഴെ തന്നിട്ടുണ്ട്. ഇതിനെയാണ് വൺ സ്റ്റോറി ഹൗസ് എന്ന് പറയുന്നത്. ഒരു നില കെട്ടിടം അല്ലെ. ഒരു നിലയിലുള്ള വീടുകളാണ് അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ മൾട്ടി സ്റ്റോറി ഹൗസസ് ആണ് മിക്കവാറും ആൾക്കാർക്ക് ഉള്ളത് അല്ലെ. എല്ലാവർക്കും എന്താണ്? ഇപ്പൊ വൺ സ്റ്റോറി ഹൗസിനെ ഒന്നും നമ്മൾ ബംഗ്ലാവ് എന്ന് പറയാറില്ല അല്ലെ. ഇപ്പൊ എന്താണ്? മിക്കവാറും ആളുകൾക്കൊക്കെ വൺ സ്റ്റോറി ഹൗസ് ഉണ്ട് ആൻഡ് മൾട്ടി സ്റ്റോറി ഹൗസസും ഉണ്ട്. പക്ഷെ വൺ സ്റ്റോറി ഹൗസിനെയാണ് നമ്മൾ ബംഗ്ലാവ് എന്ന് പറയുന്നത്. Then അവിടെ ഒരു ബംഗ്ലാവിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. Then next one, multi storied building. Multi storied building. One story building എന്ന് വെച്ചാൽ എന്താണ്? ഒരു നില കെട്ടിടം. അപ്പൊ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഈസ് എന്താണ്? ബഹുനില കെട്ടിടം അല്ലെ. ഒരുപാട് നിലകളുള്ള കെട്ടിടം. അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിന്റെ പിക്ചറും
തന്നിട്ടുണ്ട്. അപ്പൊ 1 story ബിൽഡിംഗ് എന്ന് വെച്ചാൽ ആ ബംഗ്ലാവിന്റെ ഫോട്ടോ നോക്കുക, ഒരു നിലയുള്ള ഒരു വീട്, അതിനെയാണ് വൺ സ്റ്റോറേഡ് എന്ന് പറയാ. ആൻഡ് മൾട്ടി സ്റ്റോറേഡ് ഈസ് ഒരുപാട് നിലകളുള്ള വലിയ കെട്ടിടം അല്ലേ, അതിനെയാണ് മൾട്ടി സ്റ്റോറേഡ് എന്ന് പറയാ. ലിസൺ, എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഹാസ് മെനി ഹൗസസ്. ദീസ് ഹൗസസ് ആർ കോൾഡ് ഫ്ലാറ്റ്സ് ഓർ അപ്പാർട്ട്മെന്റ്സ്. എന്താണ്? എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഹാസ് മെനി ഹൗസസ്. ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗിൽ എന്തുണ്ടാവും? ഒരുപാട് വീടുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ്? കുറെ നിലകളുണ്ട് അല്ലെ. അപ്പൊ ആ നിലകളിലൊക്കെ എന്താണ്? ഓരോരോ ആൾക്കാര് താമസിക്കുന്നുണ്ടാവും. അപ്പൊ ഈ മൾട്ടി സ്റ്റോറേഡ് ഹൗസിൽ ഒരുപാട് നിലകളുള്ള ബിൽഡിങ്ങിനെയാണ് മൾട്ടി സ്റ്റോറേഡ് എന്ന് പറയുക. അതിൽ എന്തുണ്ട്? ഓരോ നിലകളിലും എന്തുണ്ടാവും? ഓരോരോ വീടുകൾ ഉണ്ടാവും. These houses are called flats or apartments. ഫ്ലാറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? ഫ്ലാറ്റ്. അപ്പൊ ഇങ്ങനെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ് അല്ലേ, അതിലെ ഓരോ നിലയിലും എന്തുണ്ടാവും? ഓരോരോ ഫാമിലീസ് താമസിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് ഫ്ലാറ്റ് എന്ന് പറയുക. ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫ്ലാറ്റ്സ്? ഉണ്ട് അല്ലേ? കുറെ പേര് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ എന്താണ്? ഒരുപാട് നിലകളുള്ള കെട്ടിടത്തില് ഒരുപാട് വീടുകള് അതിന്റെ ഓരോ ഫ്ലോറിലും ഉണ്ടാവും അല്ലെ. അതിലൊക്കെ ഫാമിലി താമസിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിലുള്ള ഹൗസുകളെയാണ് നമ്മൾ അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത്. ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ. ഓക്കെ. Then multi-storied building or skyscrapers are mostly found in big towns and cities like Delhi, Mumbai, Chennai and Kolkata. എന്താണ് പറയുന്നത്? ഇതുപോലുള്ള മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് അല്ലെ, ഒരുപാട് നിലകളുള്ള വീടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ നമുക്ക് വലിയ ടൗണുകളിൽ മാത്രമേ കാണാൻ കഴിയൂ. അതായത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ ടൗണുകളിൽ മാത്രമാണ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയാണോ? നോ, ഇപ്പൊ അങ്ങനെയല്ല അല്ലെ. നമ്മുടെ പയ്യന്നൂരും കണ്ണൂരും ഒക്കെ എന്തുണ്ട്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ട് അല്ലെ. ഫ്ലാറ്റുകളൊക്കെ ഒരുപാട് എവിടെ ഉണ്ട്? നമ്മുടെ കണ്ണൂരൊക്കെ ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ട് അല്ലെ ഇപ്പോ. പക്ഷെ മുൻപ് എന്താണ്? മുൻപ് ഇതേപോലെ മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയാലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് കാണാൻ പറ്റുക. പക്ഷെ ഇപ്പൊ നമ്മുടെ നാടുകളിലും ഒരുപാട് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ട് അല്ലെ. ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും വില്ലാസും ഒക്കെ ഉണ്ട് നമ്മുടെ നാടുകളിൽ. അത് പണ്ട് എന്താണ്? മുമ്പ് കാലത്തായിരുന്നു നമ്മൾ മുംബൈയിലും ചെന്നൈയിലും ഒക്കെ മാത്രം വലിയ വലിയ എന്താണ്? സ്കൈ സ്ക്രാപ്പേഴ്സ് ആയിട്ടുള്ള അല്ലെ, അങ്ങനെ ആകാശമുട്ടയുള്ള വലിയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് അവിടെയൊക്കെ പോയാലാണ് കാണാൻ പറ്റുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലായിടത്തും എന്തുണ്ട്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ കാണണമെങ്കിൽ അത് വലിയ വലിയ ടൗൺസിൽ മാത്രമാണ് ഉണ്ടാവുക. നമ്മുടെ എന്താണ്? മുംബൈയിലും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെയാണ് ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ബട്ട് nowadays എല്ലാ സ്ഥലത്തും എന്തുണ്ട്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ട് അല്ലേ. നമ്മുടെ പാഠശാലയും ചെറുപുഴയിലും പയ്യന്നൂരും പുളിങ്ങോത്തും ഒക്കെ എന്തുണ്ട്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ട്. പണ്ട് കാലത്തായിരുന്നു മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയാൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്? നമ്മുടെ നാടൊക്കെ കുറെ ഡെവലപ്പായി. അപ്പൊ എന്താണ്? എല്ലായിടത്തും മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ വന്നു. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് സ്റ്റിൽറ്റ് ഹൗസ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് സ്റ്റിൽറ്റ് ഹൗസ് എന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഏകദേശം നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദ ഹൗസസ് മെയ്ഡ് ഓഫ്, വാട്ട് ആർ ദ ഹൗസസ് മെയ്ഡ് ഓഫ് is kacha house and pakka house. Kacha houses is the house made by wood, stones, mud and straw. This type of house is called
kacha house. And a pakka house is a house is made by bricks and cement. Cementum ഇഷ്ടികയും കൊണ്ടുള്ള വീടുകളെയാണ് പക്ക ഹൗസസ് എന്നും പറയാം. Then temporary house and permanent house. Some people keep moving one place to another. That type of houses, they are using the caravans and tents. That type of house is called the temporary house, and most of the people live in one place to long years. Some people keep moving, some people live in one place for a long time. മിക്കവാറും ആൾക്കാർ എന്താണ് ഒരു സ്ഥലത്ത് തന്നെയാണ് കുറേ നാളുകളായിട്ട് താമസിക്കുക. അപ്പൊ അങ്ങനെയുള്ള താമസ സ്ഥലമുള്ള വീടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് ഹൗസ്, സ്ഥിരമായിട്ടുള്ള വീടുകൾ. ഒരു വീടുകളിൽ തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും താമസിക്കാറ്. അതിനെയാണ് പെർമനന്റ് ഹൗസ് എന്ന് പറയുന്നത്. The temporary house is the house some people used to moving one place to another. ചില ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവരപ്പോൾ യൂസ് ചെയ്യുന്നതാണ് കാരവാനും ടെന്റും. അതെന്താണ്? അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബംഗ്ലാവ്. എ ബംഗ്ലാവ് is a one storied house. ഒരു നിലയുള്ള വീടുകളെയാണ് ബംഗ്ലാവുകൾ എന്ന് പറയാറല്ലേ. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു നിലയുള്ള വീടുകളെ ബംഗ്ലാവ് എന്ന് പറയാറുണ്ടോ? ബിക്കോസ് എല്ലാവർക്കും എന്താണ് ഇപ്പോ ഒരു നിലയുള്ള വീടുകൾ ഉണ്ട് അല്ലെ. ഒരു നിലയുള്ള വീടാണ് മിക്കവാറും ആളുകളും എടുക്കുന്നത്. അപ്പൊ അതിന് എന്താണ് മുമ്പ് ഒരു നിലയുള്ള എല്ലാ പണികളൊക്കെ തീർത്ത് നല്ല ഭംഗിയുള്ള ഒരു വീടിനെ ബംഗ്ലാവ് എന്ന് പറയുന്നു. Then multi-storied building. A multi-storied building has many houses. ഒരുപാട് നിലകളുള്ള കെട്ടിടത്തിൽ എന്തുണ്ടാവും? ഒരുപാട് വീടുകൾ ഉണ്ടാവും. Many houses. These houses are called flats or apartments. ഇങ്ങനത്തെ ഹൗസിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. Multi-storied building or skyscrapers are mostly found in Mumbai, Chennai, Delhi and Kolkata. അല്ലേ? അതൊക്കെ മുമ്പാണ് അല്ലേ? എന്താണ്? ഒരുപാട് നിലയുള്ള ബിൽഡിങ്ങിൽ ഒരുപാട് വീടുകൾ ഉണ്ടാകും. ആൻഡ് ഇങ്ങനെ ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ് കാണണമെങ്കിൽ നമ്മൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് എല്ലാ സ്ഥലത്തും എന്തുണ്ട്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇതില് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതാണെന്ന് വെച്ചാല് കച്ച ഹൗസ്, പക്ക ഹൗസ്, പെർമനന്റ് ഹൗസ്, ടെമ്പററി ഹൗസ്, ബംഗ്ലാവ്, ബംഗ്ലാവ് ഓർ വൺ സ്റ്റോറേജ് ബിൽഡിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്. കച്ച ഹൗസ്, പക്ക ഹൗസ്, പെർമനന്റ് ഹൗസ്, ടെമ്പററി ഹൗസ്, ബംഗ്ലാവ് ആൻഡ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്. ഇത്രയും നന്നായിട്ട് നോക്കിയിട്ട് പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. നന്നായി വായിച്ചു നോക്കണം. ഇപ്പൊ മിസ് എടുത്തത് വരെ നന്നായി വായിച്ചു നോക്കിയിട്ട് മാത്രമേ ക്ലോസ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ സ്റ്റിൽറ്റ് ഹൗസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഓക്കെ. ഓക്കെ, നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ ബൈ. See you in our next class tomorrow. നാളെ എന്താണ് നമുക്ക് ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ. See you tomorrow. Bye.